സഹോദരങ്ങളെ, ഏതായാലും ജൂതതന്ത്രങ്ങളുടെ, ജൂതകുതന്ത്രങ്ങളുടെ, ജൂതന്മാരുടെ ചതിയുടെ ചരിത്രമാണ് ചരിത്രത്തിൽ ഉടനീളമുള്ളതെങ്കിൽ സയനിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷവും അവരുടെ ചതി അവർ തുടരുകയായിരുന്നു എന്നുള്ളതാണ്. 948 ഇസ്രയേൽ രാഷ്ട്രം രൂപം കൊണ്ടതും ഒരു ചതിയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ അവർ ആരെയാണ് ചതിച്ചിട്ടുള്ളത്? അറബ് ലോകത്തെയാണ് അവർ ചതിച്ചിട്ടുള്ളത്, മുസ്ലിം ലോകത്തെയാണ് അവർ ചതിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ അരക്ഷിതരായ ഘട്ടങ്ങളിലെല്ലാം അവരെ സഹായിച്ചവരും അവർക്ക് സുരക്ഷാ മാർഗങ്ങൾ തുറന്നു കൊടുത്തവരുമായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉസ്മാനിയ ഖിലാഫത്ത് എപ്രകാരമായിരുന്നു ജൂത സമൂഹത്തെ സംരക്ഷിച്ചത് എന്ന് ലോകത്തിന്റെ നാനാ മുഖമൂലകളിലും നിന്നും, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മാട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർക്ക് അഭയം നൽകിയ ചരിത്രമായിരുന്നു ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ട് വരെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ജൂതന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. 1492 സ്പെയിനിൽ നിന്ന് ക്രൈസ്തവരുടെ പീഡനം കാരണമായി ഒളിച്ചോടിയ യഹൂദന്മാർക്ക് ഉസ്മാനിയ ഖിലാഫത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അഭയം ലഭിച്ചു. ഉസ്മാനിയ ഖിലാഫത്ത് അഭയം നൽകി. സ്പെയിനിൽ നിന്ന് ക്രൈസ്തവരുടെ പീഡനം കാരണം ഒളിച്ചോടിയ ജൂതന്മാർക്ക് അഭയം നൽകിയ മുസ്ലിങ്ങളായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തായിരുന്നു, ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. 1660 പോളണ്ടിലെയും ഉക്രൈനിലെയും ജൂത കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരും ഉസ്മാനിയ ഖിലാഫത്തിലാണ് അഭയം തേടിയത്. അരക്ഷിതരായ സമൂഹങ്ങൾക്ക് ജാതിയും മതവും നോക്കാതെ അഭയം നൽകുക എന്ന അങ്ങേയറ്റം മാനവികമായ പ്രവൃത്തിയാകാം ഉസ്മാനിയ ഖിലാഫത്ത് നിർവഹിച്ചത്. അപ്പോഴും ഫലസ്തീൻ മണ്ണ് ജൂതന്മാർക്ക് തീരെഴുതി കൊടുക്കാനൊന്നും ഉസ്മാനിയ ഭരണാധികാരികൾ, സുൽത്താൻമാരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്യാവശ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടായ ഒരു ഘട്ടമുണ്ടായി ഉസ്മാനിയ ഖിലാഫത്തിന്. അന്നത്തെ തുർക്കി ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുക്കലേക്ക് ബ്രിട്ടീഷ് ചാരന്മാർ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി, അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന ആശയവുമായിട്ട്, ആഗ്രഹവുമായിട്ടാണ് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുക്കലേക്ക് ബ്രിട്ടീഷ് ചാരന്മാർ വരുന്നത്. ജൂതന്മാരുടെ ശല്യം, എല്ലാവർക്കുമുള്ള ശല്യം ഒഴിവാക്കിക്കൊണ്ട് അവരെ എല്ലാവരെയും മുസ്ലിങ്ങളുടെ ഭൂമിയിൽ ഫലസ്തീൻ മണ്ണിൽ കുടിയിരുത്തുക എന്ന ബ്രിട്ടന്റെ കുടില തന്ത്രങ്ങളുമായിട്ട് ഈ ഉസ്മാനിയ ഖിലാഫത്ത്, അതല്ലെങ്കിൽ തുർക്കി ഭരണാധികാരികൾ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ അവരുടെ അടുക്കലേക്ക്, സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇഷ്ടം പോലെ കാശ് നിങ്ങൾക്ക് തരാം, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് പരിഹരിക്കാൻ ആവശ്യമായ സാമ്പത്തികമായ പിന്തുണയും സഹായവും എത്രയും നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഫലസ്തീൻ മണ്ണിൽ നിങ്ങൾക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രമൊരുക്കുവാനുള്ള സന്നദ്ധതയുണ്ടോ? അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നിങ്ങൾ ഒരുക്കി തരണം. അതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. സുൽത്താൻ അബ്ദുൽ ഹമീദ് അവിടെ ആർജവത്തോടുകൂടി ചില വാക്കുകൾ പറഞ്ഞു. ഉസ്മാനിയ ഖിലാഫത്തിന്റെ, അതല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ പ്രതിസന്ധി അല്ലാഹു തആല പരിഹരിച്ചോളും. പക്ഷേ ഫലസ്തീൻ മണ്ണെന്ന് പറയുന്നത് എന്റേതല്ല, അത് അറബികളുടേതുമല്ല, അത് ഇസ്ലാമിന്റേതാണ്. അത് മുസ്ലിങ്ങളുടെ ആദ്യ ഖിബലയായിരുന്നു യഥാർത്ഥത്തിൽ ഖുദ്സിന്റെ മണ്ണെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പണത്തിന് ബദലായി നൽകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര തന്നെ കാശി എനിക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നാലും ഫലസ്തീൻ മണ്ണ് ഒരാൾക്കും ഞാൻ തീരെഴുതി തരികയില്ല. ഫലസ്തീനിൽ നിന്ന് 1 ഇഞ്ച് മണ്ണ് പോലും ഒരാൾക്കും ഞാൻ തീരെഴുതി തരുന്ന പ്രശ്നമില്ല എന്ന ആർജവമുള്ള വാക്കുകൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ, അതല്ലെങ്കിൽ തുർക്കി ഭരണാധികാരി അന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു.